അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഓട്സിൻ്റെ ഒരു സ്മൂത്തി കാണിക്കുന്നുണ്ട്. അടിപൊളിയാണ്. അതായത് ബ്രേക്ക്ഫാസ്റ്റിനോ നിങ്ങൾക്ക് ബ്രഞ്ചിനോ എന്തിനു വേണമെങ്കിൽ എടുക്കാം. നമ്മളിവിടെ കാലത്താണ് കേട്ടോ അത് ഉപയോഗിക്കാറ്. പിന്നെ അതുപോലെ ഈ സ്മൂത്തിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നിങ്ങൾക്ക് കഴിച്ചാലും ഒരു മട്ടിപ്പ് തോന്നില്ല. എനിക്ക് പണ്ടൊക്കെ ഞാൻ സ്മൂത്തി കഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നിർത്തും പകുതിയാകുമ്പോഴത്തേനും. പല റെസിപ്പീസ് ഞാൻ ഫോളോ ചെയ്തിട്ട് എനിക്ക് കുറച്ച് കഴിഞ്ഞാൽ മതിയാവും, ഒരു മട്ടിൽ പോലെയാണ്. മെയിനായിട്ട് അന്ന് പശുമ്പാൽ ഉപയോഗിച്ചിരുന്നു. പശുമ്പാൽ എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതെ ഇപ്പോൾ ഞാൻ ഉപയോഗിക്കാറില്ല. ഏറ്റവും നല്ലത് എനിക്ക് തോന്നിയേക്കുന്നത് ബദാം മിൽക്ക് തന്നെയാണ്. ശരീരത്തിനാണെങ്കിലും ഒക്കെ നല്ലതാണ്, അടിപൊളിയാണ്. അപ്പോൾ നിങ്ങൾ ഇത് വെച്ചിട്ടൊന്ന് തയ്യാറാക്കി നോക്കുക ഈ ഒരു രീതിയിൽ. പിന്നെ എങ്ങനത്തെ വീഡിയോസാണ് ഇനി അപ്ലോഡ് ചെയ്ത്, പിന്നെ അതുപോലെ ഇതിൽ ഞാൻ മന്ത്ലി പർച്ചേസാണ് ഞങ്ങൾ ചെയ്യാറ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. പിന്നെന്താ, ഇനി എങ്ങനത്തെ ടൈപ്പ് വീഡിയോസാണ് നിങ്ങൾക്ക് കാണണ്ടേന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിലൊന്ന് പറയണം. ഇപ്പോൾ തന്നെ ഓടിപ്പോയി പറഞ്ഞു, ഒരു മിനിറ്റ് ഒന്ന് താഴെ പോയി ഓടിപ്പോകുന്നൊരു കമൻറ്റ് ബോക്സിൽ ഇങ്ങനത്തെ വീഡിയോ കാണണം ചിത്രൂസ്, അല്ലെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ കാണണം ചിത്ര, എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണം വേഗം. അപ്പോൾ എനിക്കൊരു ഐഡിയ കിട്ടുകയും ചെയ്യും നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോസിൻ്റെ. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അറിഞ്ഞിട്ട്. പിന്നെ വ്ളോഗൊക്കെ കുറേ പേർക്ക് ഇഷ്ടപ്പെട്ട് തുടങ്ങിയെന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റെസിപ്പി എങ്ങനത്തെ കാണണ്ടേന്ന് കമൻറ്റ് ബോക്സിൽ പറയാം. പിന്നെ ഈ സ്മൂത്തി മസ്റ്റ് ട്രൈ ആണ്, എന്തായാലും ചെയ്യണം. പിന്നെ കുറേ പേര് മെഷർമെൻറ്റ്സ് പറയാൻ പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ വ്ളോഗിലെ റെസിപ്പീസ് എല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു, സന്തോഷം. അപ്പോൾ അത് ഞാൻ എന്തായാലും ഇനി മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഞാൻ വ്യക്തമായിട്ട് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് നമുക്ക് ആദ്യം തന്നെ കുറച്ച് പണികളുണ്ടായിരുന്നു. ഇന്ന് വീട്ടിൽ ചെടികളെ റിപ്പോർട്ട് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അതിൽ ഉണങ്ങി കരിഞ്ഞ ഇലകളുള്ളതൊക്കെ വെട്ടിക്കളയാനുണ്ടായിരുന്നു. പിന്നെ വെള്ളം നനയ്ക്കൽ ഓൾമോസ്റ്റ് ആഴ്ചയിൽ 2 ദിവസമാണ് ഇൻഡോർ ആയതുകൊണ്ട് അതിൻ്റെ അടുത്ത് ഇരുന്ന് അതൊക്കെ നുള്ളി പറക്കലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇന്ന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്ന റെസിപ്പി നമ്മുടെ വെയിറ്റ് ലോസിനും എല്ലാത്തിനും പറ്റുന്ന ഒരു സ്മൂത്തിയാണ്. ഓട്സ് എന്ന് പറയാം, ഓട്സിൻ്റെ എന്ന് പറയാം, ആൽമണ്ട് എന്ന് പറയാം, എന്ത് സ്മൂത്തി എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് പേരിടാം. ഒരു 7 എണ്ണം തലേ ദിവസം രാത്രി കുതിർത്താനിടുക. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഇതേപോലത്തെ മുഴുവൻ ഓട്സ് കേട്ടോ. ഇങ്ങനത്തെ ഓട്സ് മേടിച്ചോളൂ നിങ്ങൾ. തരി ഉള്ളത് മേടിക്കരുത്, അത് നന്നല്ല. ഇനി ഇതിലും നല്ല ക്വാളിറ്റി ഉണ്ട്, അത് ഞാൻ വേറെ വീഡിയോസിൽ കാണിച്ചു തരാം അതിൻ്റെ ഇതൊക്കെ. ഒരു 2 ടേബിൾ സ്പൂൺ ഓട്സ് എടുത്തിട്ട് ചൂടാക്കാൻ വെക്കുക അടുപ്പത്ത് ലോ ഫ്ലെയിമിൽ. ആ നേരം കൊണ്ട് ഇവിടെ ഒരു ഇതിന് ഇവിടെ പിൽപ്പിനിപ്പഴം എന്ന് പറയാം, നമ്മുടെ നാട്ടിലെ റോബസ്റ്റ പഴം ഒരെണ്ണം, ഒരു മീഡിയം പഴുപ്പായത്. അതിലോട്ട് ഈ 7 കുതിർത്ത നമ്മുടെ ബദാം, അതിലോട്ട് ഒരു പിടി കറുത്ത മുന്തിരി കഴുകിയിട്ട് ഇട്ടോളൂ കേട്ടോ. കണ്ട, നമ്മുടെ ഓട്സ് ഞാനൊന്ന് ചൂടാക്കി കൊടുത്തിട്ടുണ്ട്. നല്ലോണം മൊരിഞ്ഞ അത്രയും നല്ലതാണ്. 2 ടേബിൾ സ്പൂണിലും കൂടുതൽ വേണ്ട കേട്ടോ. അത് ഇട്ട് കൊടുക്കുക. ഉണക്കമുന്തിരി ഒരു പിടി മതി, നിറച്ചെടുക്കണ്ട, ഒരു 1/4 കപ്പ് മതിയാവും. പിന്നെ ഒരു കപ്പ് വെള്ളം, അതായത് 250 ml വെള്ളം. ചിലപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള പഴത്തിനനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ്, അതായത് എൻ്റെ കണക്ക് എപ്പോഴും ഇങ്ങനെ ലെവൽ ചെയ്തിട്ട് വെള്ളം ഒഴിക്കും. മീതയ്ക്കും പോവില്ല, കുറേ താഴേക്കും ഞാൻ വെള്ളം ഒഴിക്കില്ല. ആദ്യം തന്നെ 1-ലിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്പീഡ് കൂട്ടി ഒറ്റയടിക്ക് സ്പീഡ് ഒന്നിച്ചിട്ടിട്ട് അടിക്കരുത്, അത് നല്ലതല്ല കേട്ടോ. നമ്മൾ സ്മൂത്തിയും കാര്യങ്ങളൊക്കെ അടിക്കുമ്പോൾ ആദ്യം 1-ലിടുക, പിന്നെ ഒരു സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം 2-ലേക്ക് ആക്കുക, പിന്നീട് 3-ലേക്ക് ആക്കുക. അങ്ങനെ സ്പീഡ് കൂട്ടി കൊണ്ടുവന്നിട്ട് അടിച്ചെടുക്കുക. അപ്പോഴാണ് നല്ല ഫ്ലഫി ആയിട്ട് നല്ല ടേസ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുക. ഒന്നിച്ചടിക്കരുത്. കണ്ട, നല്ല അടിപൊളിയായിട്ട് നല്ല ക്രീമി ആയിട്ട് കിട്ടും നമുക്ക്. പിന്നെ ബദാമിൻ്റെ തൊലിയൊന്നും കളയണ്ട കേട്ടോ, നമുക്ക് ഡയറക്റ്റ് തന്നെ ചേർത്തോളൂ. അപ്പോഴാണ് എന്താ പറയുക, ഫൈബറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഉള്ളിലേക്ക് വരുള്ളൂ. നല്ല ടേസ്റ്റാണ്. ആൽമണ്ട് ഇതുപോലെ മിൽക്ക് കയ്യിലുള്ളവർക്ക് മിൽക്ക് ചേർക്കാൻ, ഞാൻ സ്വതവേ മിൽക്കാണ് ചേർക്കാറ്. ഇനിയിപ്പോൾ അതില്ലാത്തവർക്ക് ഒരു ഓപ്ഷൻ കാണിക്കണ്ടേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീഡിയോയിൽ ഇതുപോലെ കാണിച്ചത്. കണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ് കഴിക്കാനും. അങ്ങനെ ബുദ്ധിമുട്ടിയിട്ടൊന്നും അങ്ങനെ കഴിക്കേണ്ട ആവശ്യമില്ല. നേരം വെളുക്കുമ്പോൾ നല്ല ടേസ്റ്റോട് കൂടി തന്നെ വയററിഞ്ഞ് നമുക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റും. വിശപ്പൊക്കെ കുറേ നേരത്തേക്ക് പമ്പ കിടക്കൂട്ടാ. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഒട്ടും വിശപ്പുണ്ടാവില്ല ഇത് കുടിച്ചു കഴിഞ്ഞാൽ കുറേ നേരത്തേക്ക്. ഇത് 1 ഗ്ലാസ് മതി നമുക്ക്. അപ്പോൾ അടിപൊളി യമ്മി ടമ്മി. നിങ്ങളപ്പോൾ മസ്റ്റായിട്ടും തയ്യാറാക്കണം കേട്ടോ. നല്ല ലൂസായിട്ടും അധികം ഇങ്ങനെ കട്ടിക്കൊന്നും ഇരിക്കാതെ അടിപൊളിയാണ്. ഞാൻ ഉറപ്പ് പറയാണ്, വീണ്ടും. അപ്പോൾ പിന്നെ വൈകിട്ട് പർച്ചേസിന് പോയി. ഞങ്ങൾ മന്ത്ലിയാണ് പർച്ചേസ് ചെയ്യുക. കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, ഞാൻ വീഡിയോയിൽ കാണിക്കാം. ഞങ്ങളുടെ ഒരു കണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അരി സാധനങ്ങൾ, നമ്മുടെ മട്ടരിയൊക്കെ ഞങ്ങൾക്ക് 2 മാസമൊക്കെ കൂടുമ്പോഴാണ് വേണ്ടി വരുള്ളൂ. അപ്പോൾ ഇപ്രാവശ്യത്തിൽ നമുക്ക് അരി എടുക്കണ്ട. ഗോതമ്പും അതെ അരിയുടെ പോലെ തന്നെയാണ്. 5 കിലോൻ്റെ അരിയുടെ ഒരു ചാക്ക് എടുക്കും, ഗോതമ്പും ഒരു ചാക്ക് എടുക്കും 5 കിലോയുടെ. പക്ഷെ ഞങ്ങൾക്ക് 2 മാസത്തേക്കൊക്കെ ഉണ്ടാവും. അരിയുടെ പോലെ തന്നെയാണ്. നിങ്ങൾ അരി ഉപേക്ഷിച്ചു എന്ന് വെച്ചിട്ട്
വിചാരിച്ചിട്ട് ഗോതമ്പ് കുറേ കഴിക്കരുത്, കാര്യമില്ല അതിൽ. ഞങ്ങൾ ഓട്സ് ആണ് പിന്നെയും അതിലും കൂടുതൽ കഴിക്കണത്. അപ്പം നിങ്ങൾ വിചാരിക്കും ഭക്ഷണം കഴിക്കണില്ലേന്ന്. കഴിക്കണത് ഇത്തിരി ക്വാണ്ടിറ്റി വളരെയധികം കുറച്ചു. അതാണ് ഈ 2 മാസം കൂടുമ്പോഴാണ് ഞങ്ങൾക്ക് അരി സാധനങ്ങളൊക്കെ എടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് അരിപ്പൊടി എടുക്കണം, നൂഡിൽസ് എടുക്കണം, ചന്ദനത്തിരി എടുക്കണം. പിന്നെ മാവിന് ഓഫർ കണ്ടു കേട്ടോ ഞാൻ. ഇതെന്താണ് റംദാൻ ആയതുകൊണ്ട്, അതിൻ്റെ നോമ്പായതുകൊണ്ട്, നോയമ്പായതുകൊണ്ട് നമുക്ക് അവിടെ ഓഫർ കണ്ടു. അതുകൊണ്ട് ഞാൻ ഒരു പാക്കറ്റ് മാവ് എടുത്തു. പിന്നെ അതുപോലെ ഇപ്പുറത്തേക്ക് നോക്കിയപ്പോൾ നമ്മുടെ ഒലീവ്സിന് നല്ല ഓഫർ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. കാരണം ഇച്ചിരി പുളിയുള്ളതായിരുന്നു. ലെമൺ അടക്കം മിക്സ് ചെയ്തിട്ട് പിക്കിൾഡ് ആയിട്ടുള്ള സാധനമായിരുന്നു. അതെനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് പ്ലെയിൻ ഫ്ലേവർ മാത്രമേ ഇഷ്ടമുള്ളൂ ഒലീവ്സിൻ്റെ. അപ്പം അതെടുത്തിട്ടുണ്ടായിരുന്നു. എന്നാലും കുഴപ്പമില്ല കേട്ടോ. ഇപ്പുറത്ത് നോക്കിയപ്പോഴോ ഒരു വമ്പൻ ഓഫർ ചെയ്യിക്കുന്നു. ഹണി കേക്ക് എൻ്റെ ഫേവറേറ്റ് ആണ്. പിന്നെ ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ കുറച്ച് എടുക്കാനുണ്ടായിരുന്നു. ക്യാപ്സിക്കം എപ്പോഴും ഞാൻ എടുക്കും. നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ്, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. അടിപൊളി സാധനമാണ് കേട്ടോ ക്യാപ്സിക്കം. പിന്നെ എന്നിട്ട് അത് ഞാൻ ഓരോ വിഭവങ്ങൾ തയ്യാറാക്കുമ്പോൾ അതിനനുസരിച്ച് പറയാം. അതൊക്കെ കഴിച്ചു തുടങ്ങിയപ്പോൾ അടിപൊളിയാണ്, നല്ല മാറ്റമാണ് ശരീരത്തിനൊക്കെ. എനിക്കറിയില്ലായിരുന്നു ക്യാപ്സിക്കം ഇത്രയും നല്ല സാധനമാണ് എന്നുള്ളത്. പിന്നെ അതുപോലെ എന്നിട്ട് ആ വെജിറ്റബിൾസ് ഈ സെക്ഷൻ ഞാൻ അധികം എടുക്കാറില്ല, കാരണം നമുക്ക് നല്ലതല്ല. പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ ഓരോന്നൊക്കെ എടുക്കുള്ളൂ. പിന്നെ മാങ്ങ അധികം ഞാൻ എടുക്കാറില്ല, വില കുറവൊന്നുമില്ല, വമ്പൻ വിലയായിരുന്നു. ഇനിയിപ്പോൾ വേനൽക്കാലമായ നമ്മുടെ പാകിസ്ഥാനി മാങ്ങ മറ്റത് വന്നു തുടങ്ങും, ഷുഗർ അടിച്ച് കയറും കഴിച്ചാൽ. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആൽമണ്ട് മിൽക്കിൻ്റെ സെക്ഷൻ. ഇവിടെ കുറേ ഉണ്ടാവും ഫ്ലേവേഴ്സ്, കുറേ കമ്പനി ഉണ്ടാവും. ഞാൻ ഈ ആൽപ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഇതാണ് ഞാൻ എടുക്കാറ്, ബദാമിൻ്റെ. ഇതിൽ ഇപ്പോൾ ഇത് ബദാമിൻ്റെ എവിടെ കാണാനില്ലല്ലോ. പക്ഷേ അത് 10 ദിറംസിന് ഓഫർ വരും. അപ്പം ഞാൻ 3-4 എടുത്തു വയ്ക്കും. ഇപ്പം അതിന് 17 ദിറംസ് വിലയുണ്ട്. അപ്പോൾ 10 ദിറംസിന് ഓഫർ വരുമ്പോൾ 3-4 എടുത്തു വെച്ചാൽ ഡേറ്റ് നമുക്ക് നല്ലോണം കിട്ടും. 1 മാസം 2 മാസത്തേക്ക് കിട്ടും. അല്ലാതെ ഞാൻ വലിയ വിലയ്ക്കൊന്നും സാധനം എടുത്തിട്ട് കഴിക്കാറില്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. കാരണം നമ്മുടെ ബഡ്ജറ്റിൽ കാര്യങ്ങൾ നിൽക്കും വേണം, എന്നാൽ വില കൂടുതലാവരുത്. അപ്പോൾ അങ്ങനെ പർച്ചേസൊക്കെ കഴിഞ്ഞു. മേടിച്ച സാധനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ വീഡിയോയിൽ ഇതിന് ശേഷം ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ ബില്ലും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യും എല്ലാം. ഇവിടെ വന്നിട്ട് പിന്നീട് വല്ല 2 പ്രാവശ്യം ബില്ലടിക്കുകയോ എന്തെങ്കിലുമൊക്കെ ആർക്കാണെങ്കിലും മെഷീൻസിനും തെറ്റൊക്കെ പറ്റിയിട്ടൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഞങ്ങൾ അവിടെ നിന്ന് തന്നെ എല്ലാം ക്ലിയർ ചെയ്ത് നോക്കിയതിന് ശേഷമാണ് വീട്ടിലോട്ട് വരിക. കുത്ത് നമുക്ക് ലുലു കാര്യങ്ങളൊക്കെ പർച്ചേസിന് തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ട്രോളിയിൽ നമുക്ക് സാധനങ്ങൾ കൊണ്ടുവരാം. ട്രോളി നമ്മൾ ഇവിടെ തന്നെ വെച്ചാൽ മതി, അവർ കൊണ്ടുപോകും. നമ്മൾ ലിഫ്റ്റിൻ്റെ അവിടേക്ക് വെച്ചാൽ മതി. അപ്പോൾ വീട് വരെ നമുക്ക് കൊണ്ടുവരാം. വിജയ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് വരികയാണ് ചെയ്യുക പർച്ചേസിൻ്റെ സമയത്ത്. ഓഫിൻ്റെ അന്ന് ഞങ്ങൾ വെറുതെ ഒരു ഓഫിൻ്റെ ദിവസം കളയണ്ടാച്ചിട്ട് ഓഫിൻ്റെ ദിവസങ്ങളിലൊന്നും പർച്ചേസ് ചെയ്യാറില്ല. ഇതുപോലെ മാസം തുടങ്ങുന്ന ദിവസം ഞാൻ രാത്രിയാകുമ്പോൾ അങ്ങോട്ട് ചെല്ലും, വിജയ ചേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അങ്ങോട്ട് എത്തും. അപ്പോൾ വരുമ്പോൾ നമുക്ക് പിടിക്കാനൊരു എളുപ്പത്തിന് ഒരാളായല്ലോ. അപ്പോൾ എല്ലാ സാധനങ്ങളും ഞാൻ മേശമേ നിരത്തി വെക്കുകയാണ്, നിങ്ങൾക്ക് കാണിച്ചു തരണ്ടേ. അപ്പോൾ ഞാൻ നാട്ടിലെയും ഇപ്പം ഞാൻ UAE-യിലാണ്. 2 ഇവിടുത്തെ ദിറംസും കൂടിയിട്ട് പറയാം. 3/4 കിലോ ചേന ഉണ്ടായിരുന്നു. ചേനയ്ക്ക് ഞാൻ 3/4 കിലോന് 65 രൂപ കൊടുത്തു കേട്ടോ, ഇവിടുത്തെ 3.35. പിന്നെ അതുപോലെ തന്നെ തക്കാളിക്ക് 44 രൂപ 1/2 കിലോന്. പിന്നെ പഴം 61 രൂപ കൊടുത്തു ഒരു 4 എണ്ണത്തിന്. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിക്ക് ഒരു 2 കഷ്ണം വലുത് 15 രൂപ കൊടുത്തു. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ക്യാപ്സിക്കത്തിന് ഞാൻ 250 ഗ്രാമേ ഉള്ളൂ, 34 രൂപ കൊടുത്തു കേട്ടോ. ഓറഞ്ച് അതൊക്കെ എന്താ പറയുക, 1 കിലോ എടുത്തിട്ടുണ്ടായിരുന്നു ഓറഞ്ച് 64. ഓറഞ്ച് അല്ല, മൂസമ്പി ആയിരുന്നു. മൂസമ്പിക്ക് 64 രൂപ വന്നു. ദിറംസ് അധികം ഞാൻ പറയണില്ല, അവസാനം ടോട്ടൽ ദിറംസ് ഞാൻ പറയാതായിരിക്കും നല്ലത്. പിന്നെ പ്ലം ആണ് എടുത്തത്. പ്ലം 1 കിലോ എടുത്തു. നാട്ടിലെ രൂപ 147 രൂപയായി 1 കിലോ പ്ലമ്മിന് ഇവിടെ. പിന്നെ അതുപോലെ ഉള്ളി ഞാൻ 1.5 കിലോ ഉള്ളി എടുത്തിട്ടുണ്ട് അവിടെ. 1.5 കിലോ ഉള്ളിക്ക് നാട്ടിലെ കാശ് 64 രൂപ ഇവിടെ ഞങ്ങൾക്ക് കൊടുക്കേണ്ട വന്നു. പിന്നെ അതുപോലെ ക്യാബേജ് ഞാനൊരു 1.5 കിലോ എടുത്തിട്ടുണ്ട് കേട്ടോ. 1.5 കിലോ ക്യാബേജിന് നാട്ടിലെ കാശ് 86 രൂപ, ഇവിടുത്തെ 4.5 ദിറംസായി. പിന്നെ ആപ്പിൾ എടുത്തിട്ടുണ്ട്. ആപ്പിളിന് ഈ പറഞ്ഞ കൂട്ട് 1 കിലോ എടുത്ത് 109 രൂപ കേട്ടോ. പിന്നെ എന്നിട്ട് ഗാർലിക്ക് അത് ഞാൻ ഒരു കുറച്ച് എടുത്തിട്ടുള്ളൂ, 3-4 എണ്ണമൊക്കെ, 29 രൂപ. പിന്നെ ഒലീവ് 1/2 കിലോയാണ് ഞാൻ എടുത്തേക്കണത്, 140 രൂപ. പിന്നെ ചന്ദനത്തിരി
ചന്ദനത്തിരി ഞാൻ ഒരു ചെറിയ പാക്കറ്റ് ഇത് എപ്പോഴും എടുക്കാറുണ്ട്. ഒരു പാക്കറ്റിന് 39 രൂപ കേട്ടോ. നാട്ടിലെ അരിപ്പൊടി ഒരു പാക്കറ്റ് 1 കിലോൻ്റെന് 145 രൂപ. അതുപോലെ തന്നെ നൂഡിൽസിന് 175 6 ഒരു പാക്കറ്റിന്. പിന്നെ പരിപ്പ്, കടല, ചെറുപരിപ്പ് ഇതെല്ലാം 400 ഗ്രാം വെച്ചിട്ടാണ്. പരിപ്പിന് 400 ഗ്രാമിന് ഒരു 1/2 കിലോൻ്റെ അടുത്തേക്ക് 75. പിന്നെ കടലപ്പരിപ്പിനും അതെ 85. പിന്നെ അതുപോലെ ചെറുപരിപ്പിന് 75 കേട്ടോ. പിന്നെ ഉണക്കമുന്തിരി 1 കിലോന് 258 രൂപയായിരുന്നു. പിന്നെ ബദാമിന് 145 രൂപയായി. 250 ഗ്രാം ബദാമിന് 145. പിന്നെ അതുപോലെ മുറുക്കിനും ചീറ്റോസിനൊക്കെ മുറുക്കിന് 68 രൂപ, ചീറ്റോസിന് 73 രൂപയായി ഒരു പാക്കറ്റിന്. പിന്നെ അപ്പത്തിൻ്റെ ബാറ്റർ അത് ഓഫറുള്ളതുകൊണ്ട് എടുത്തതാണ് കേട്ടോ, 85 രൂപയായി. പക്ഷെ ഞാൻ എടുക്കാറില്ല, അത് 85 രൂപയായി. പിന്നെ അതുപോലെ 200 രൂപയായി നമ്മുടെ കോക്കനട്ട് മിൽക്ക്. ഈ മിൽക്കാണ് ഞാൻ ബദാം മിൽക്ക് ഇല്ലെങ്കിൽ യൂസ് ചെയ്യാറ്. ബദാം മിൽക്ക് 10 ദിറംസിന് കിട്ടിയാൽ മാത്രമേ ഞാനത് എടുക്കുള്ളൂ. ഇത് 10 ദിറംസിനാണ് കേട്ടോ എനിക്ക് കിട്ടിയത്. അപ്പോൾ കോക്കനട്ട് മിൽക്ക് എടുക്കും നമ്മുടെ സ്മൂത്തി എന്തെങ്കിലും അടിക്കാനായിട്ട്. പിന്നെ എന്നിട്ട് എഗ്ഗിന് 30 എണ്ണത്തിൻ്റെ ഒരു പാക്കറ്റിന് 295 രൂപ, അതായത് ഇവിടുത്തെ 14 ദിറംസ് വരും. പിന്നെ അതുപോലെ തൈര് ഒരു ചെറിയ കുപ്പി എടുത്തിട്ടുണ്ട്. തൈരിന് 170 ഗ്രാമിൻ്റെ തൈരാണ് 25 രൂപ വന്നു. പിന്നെ അതുപോലെ ഹണി കേക്ക് എടുക്കാറില്ല. ഇതും അതെ, ഇവിടെ റംദാൻ്റെ നൊയമ്പിൻ്റെ ഓഫർ കണ്ടപ്പോൾ ഞാൻ എടുത്തതാണ്. നാട്ടിലെ 398 രൂപയായി. മൊത്തത്തിൽ ഞങ്ങൾക്ക് ഇവിടുത്തെ ദിറംസ് വരുന്നത് 155 ദിറംസാണ് കേട്ടോ. ഈ ഹണി കേക്ക്, മുറുക്ക്, ചീറ്റോസൊക്കെ ഈ മാസം എടുത്തതാണ്. അടുത്ത മാസം ഈ വക സാധനങ്ങളൊന്നും എടുക്കില്ല. ബിക്കോസ് അടുത്ത മാസം നമുക്ക് ഗോതമ്പ് പൊടിയും ഓട്സും എടുക്കാനുണ്ടാവും. അപ്പോൾ ആ ഒരു 30 ദിറംസ് അതിലേക്ക് ടാലി ആയിട്ട് പോകും. ഞാൻ അങ്ങനെയാണ് കണക്ക് കൂട്ടാറ് എപ്പോഴും. ഞാൻ ശരിക്കും കണക്ക് നോക്കിയിട്ടാണ് സാധനങ്ങൾ എടുക്കുള്ളൂ. അതിപ്പോൾ ചിലവർക്ക് ഇഷ്ടമുണ്ടാവില്ല. ഞാൻ പക്ഷേ കണക്ക് വ്യക്തമായിട്ട് നോക്കും, എന്നിട്ട് ഞാൻ സാധനങ്ങൾ എടുക്കുള്ളൂ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച്. അപ്പോൾ നാട്ടിലെ രൂപ 3100, ഇവിടുത്തെ രൂപ 155 ദിറംസ്. ഇനിയിപ്പോൾ ആഴ്ചയിൽ എന്തെങ്കിലും അല്ലറ ചില്ലറ പച്ചക്കറികളും ഇറച്ചി മീനും വന്നാൽ തന്നെ ഇവിടുത്തെ 300 ദിറംസിൻ്റെ ഉള്ളിൽ, 300 ആവില്ല, ഞങ്ങൾക്ക് ചിലവ് നിൽക്കും. നാട്ടിലെ 4200. ഇതൊക്കെയാണ് അപ്പം എൻ്റെ പർച്ചേസിങ്ങിൻ്റെ വീഡിയോ മന്ത്ലി. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇത്രയൊക്കെ കാണിച്ചു തരാൻ അറിയണുള്ളൂ കേട്ടോ, എനിക്ക് പരിചയം കിട്ടണില്ല. അപ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്.